ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വളരെ പ്രധാനപ്പെട്ട 2 വാർത്തകൾ, നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതിലൊന്ന് എഞ്ചിനീയറിംഗുകാർക്കും അതുപോലെ തന്നെ മറ്റൊന്ന് ഫാർമസിക്കാർക്കുമാണ്. അപ്പോൾ എഞ്ചിനീയറിംഗുകാരോട് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ KTU അഡ്മിഷൻസ് എടുത്തു കഴിഞ്ഞു, ഇനി ഇതാ തേർഡ് അലോട്ട്മെന്റ് കൂടി വന്നിട്ട് കിട്ടാത്തവർക്കൊക്കെ കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള അവസരമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എന്താണ് സിലബസ്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, കംപ്ലീറ്റ് സ്റ്റഡി പാക്ക് KTU S1 ആൻഡ് S2, അതായത് നിങ്ങളുടെ ഒരു വർഷത്തേക്കുള്ള കംപ്ലീറ്റ് സ്റ്റഡി പാക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഈ കാണുന്ന പോലെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം ഞാൻ എഞ്ചിനീയറിംഗുകാരുടെ പറയാം, അത് കഴിഞ്ഞ് ഫാർമസിയുടെ പറയാം. എഞ്ചിനീയറിംഗുകാരുടെ ഒന്നുമല്ല, ഇന്ന് ഓഗസ്റ്റ് 3-ാം തീയതി നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റിന്റെ ട്രയൽ അലോട്ട്മെന്റ് താൽക്കാലിക ലിസ്റ്റ് വരും, പ്രൊവിഷണൽ ലിസ്റ്റ് വരും. ട്രയൽ അല്ല, പ്രൊവിഷണൽ തേർഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് വരും. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് പരാതികളുണ്ട് എങ്കിൽ മെയിൽ അയക്കാം. 5-ാം തീയതി ആയിരിക്കും, അതായത് 2 ദിവസത്തിനകം, നാളെയും മറ്റന്നാളായിരിക്കും എന്ത് വരാൻ പോകുന്നത്, നിങ്ങളുടെ ഫൈനൽ തേർഡ് അലോട്ട്മെന്റ് വരാൻ പോകുന്നത്. വലിയ ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ്, ബെറ്റർ കോളേജ് വെച്ചവർക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കോളേജുകളിൽ ചേരാം. മറ്റിടത്തു നിന്ന് ഫീസൊക്കെ ട്രാൻസ്ഫർ ആവും. ഇനി ഇതുവരെയും കിട്ടാത്തവർക്ക് തേർഡ് അലോട്ട്മെന്റ് വഴി കിട്ടുകയാണെങ്കിൽ ആ ഫീസ് അടച്ചിട്ട് 8,000 രൂപയോളം വരുന്ന പ്രവേശന കമ്മീഷണർക്ക് അടയ്ക്കാനുള്ള ഫീസ് അടച്ചിട്ട് കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഓഗസ്റ്റ് 10 വരെ, ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 10 വരെ കോളേജുകളിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമാണ്. അതാണ് എഞ്ചിനീയറിംഗുകാരുടേത്. KTU നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 10 മുതൽ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ്. അതിൽ തന്നെ ആദ്യത്തെ ഒരാഴ്ചയോളം അല്ലെങ്കിൽ 10 ദിവസത്തോളം ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരിക്കും. അത് കഴിഞ്ഞ് എന്തായാലും ഓണം വെക്കേഷൻ വരികയാണ്. ക്ലാസ്സുകൾ എന്തായാലും അതിനുശേഷമായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്താണ് സിലബസ് എന്നും എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ സ്റ്റഡി പാക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി ഫാർമസിക്കാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. അതായത് ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്ന് കൃത്യമായിട്ട് പറയാം. നമ്മുടെ യൂട്യൂബിൽ തന്നെ വളരെ ലിമിറ്റഡ് വീഡിയോകളാണ്, ഒരുപാട് DMകളും അതുപോലെ വാട്സാപ്പ് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തവരാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 5/8/2026, അതായത് ഓഗസ്റ്റ് 5 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് അതാത് കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ കോളേജ് അതോറിറ്റിയുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ എടുത്ത് വിളിച്ചിട്ട് അവരുടെ സ്ലോട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ആ അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് ബാക്കി ഡോക്യുമെന്റ്സുമായിട്ടാണ് നിങ്ങൾ കോളേജുകളിൽ പോവേണ്ടത് എന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിലെ ഡേറ്റ ഷീറ്റ് കൃത്യമായിട്ട് ഉണ്ടാകും. എന്ന മെനു ക്ലിക്ക് ചെയ്ത് ഡേറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അലോട്ട്മെന്റ് മെമ്മോയും ഡേറ്റ ഷീറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉണ്ട്, അതുകൂടി കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ്, ഫസ്റ്റ് അലോട്ട്മെന്റ് മാത്രമേ ഉള്ളൂ. അല്ല, സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും, പേടിക്കേണ്ട. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളെല്ലാം എന്തായാലും കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യണം. നിങ്ങളുടെ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. അല്ലാതെ 4-മത്തെയോ 5-മത്തെയോ 10-മത്തെയോ 11-മത്തെയോ ഓപ്ഷനുകളാണെങ്കിൽ അവിടെ പോയി അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ടെമ്പററി ആയിട്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ചേരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടുത്ത ഘട്ടങ്ങളിലേക്ക് നിങ്ങളെ പരിഗണിക്കുക പോലും ഇല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. കാറ്റഗറി വൈസ് റിസർവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫീസ് സംബന്ധമായ വിവരങ്ങൾ അലോട്ട്മെന്റ് മെമ്മോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നമ്മുടെ CEക്ക് അടയ്ക്കേണ്ടതുമായിട്ടുള്ള ഫീസും ഈ പറയുന്ന 5/8/2026 ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പ് അടയ്ക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് ഫീസ് അടയ്ക്കണം, മറ്റൊന്ന് കോളേജുകളിൽ പോയി അഡ്മിഷൻ നേടണം എന്നുള്ളതാണ്. ആ പ്രവേശനം നേടേണ്ടതും അതേ ദിവസം വൈകുന്നേരം 4 മണിക്ക് വരെയാണ്. അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അടയ്ക്കാത്തവരെയും കോളേജുകളിൽ പ്രവേശനം നേടാത്തവരുടെയും അലോട്ട്മെന്റ് റദ്ദാക്കപ്പെടുന്നതാണ്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ ഏത് കോളേജാണോ കിട്ടിയത് അവിടെ പോയി ചേരുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ ലോവർ ഓപ്ഷൻസ് ആണ് എങ്കിൽ അടുത്ത അലോട്ട്മെന്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് കോളേജുകളുമായി തന്നെ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി വിളിച്ചിട്ട് ദേവകി അമ്മാൾ ഫാർമസി കോളേജാണ് കിട്ടിയത്, നിങ്ങൾ ആ കോളേജ് വെബ്സൈറ്റ് വഴി അവരുടെ കോൺടാക്ട് നമ്പർ എടുത്ത് വിളിച്ചിട്ട് സ്ലോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി, നല്ല നമ്മുടെ കാലാവസ്ഥ അനുകൂലമല്ല, അപ്പോൾ അത് ഓൺലൈനായിട്ട് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ അങ്ങനെ അവിടെയാണ് പോകേണ്ടത്, എന്താണ് ഡേറ്റ്, കൃത്യമായിട്ടൊരു സ്ലോട്ട് നോക്കിയിട്ട്, ഇനി ഡേറ്റ് ഇല്ല, 5-ാം തീയതിയാണ്. അപ്പോൾ മാക്സിമം ഇന്ന്, നാളെ, മറ്റന്നാൾ ഈ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഫീസ് അടയ്ക്കണം. അതോടൊപ്പം തന്നെ പ്രവേശനം ഉറപ്പാക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റും ചെയ്യണം. സോ ഏറ്റവും പുതിയ വീഡിയോകൾക്കും വാർത്തകൾക്കും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെടും. അതോടൊപ്പം നമ്മുടെ നോട്ട് പാക്ക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രാഞ്ചും നിങ്ങളുടെ പേരും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാനും മടിയണ്ട. ഓൾ ദി ബെസ്റ്റ്.